ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മായിയമ്മയെന്ന് വെച്ചാൽ മറ്റാരുമല്ല, നമ്മുടെ വിജയലക്ഷ്മി ആയിട്ടാണ്. അങ്ങനെ വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ ഗീതുവിനെ. അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട്, മോളെ ഇനി എനിക്ക് മക്കൾ രണ്ടല്ല, മക്കൾ മൂന്നാണ്. നീയും ഗോവിന്ദും രഞ്ജും എൻ്റെ മക്കൾ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ രഞ്ജുവിനെയും നമ്മുടെ ഗീതുവിനെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ ഗീതു നമ്മുടെ വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അമ്മ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ ചോദിച്ചാൽ പറയില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ എന്നാലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്നിൽ നിന്നും നിങ്ങൾ മറച്ചു പിടിക്കുന്ന ആ രഹസ്യം എന്താണ് എന്നിങ്ങനെ ഗീതു ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി പറയുകയാണ്, അത് മോളെ നീ എന്നോട് ക്ഷമിക്കണം, എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല. അതെന്താ അമ്മ പറയാൻ കഴിയാത്തത്? അത് ഞാനെടുത്തൊരു ശപഥമാണ്, എനിക്കത് പറയാനേ കഴിയില്ല. അത് ഞാൻ പണ്ട് ഗോവിന്ദനോട് വാക്ക് കൊടുത്തു. അതുമാത്രമല്ല, മാധവേട്ടൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ടാണ് ഞാൻ വാക്ക് കൊടുത്തത്. ഒരിക്കലും പഴയ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി പറയണം. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീത ചോദിക്കണം, നിങ്ങളുടെ അമ്മയ്ക്കും മോനും വേറെ ഒരു പണിയില്ലേ? എവിടെയും ചെന്ന് ഓരോരോ വാക്കുകൾ അങ്ങ് കൊടുത്തോളും, എന്നിട്ട് ആ വാക്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, പിന്നെ അത് വിട്ട ഒരു കളിയില്ല. അവിടെ ഉണ്ട് ഒരു കണ്ണേട്ടൻ. പണ്ട് കാലത്ത് രാധികാമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്റ്റ് മാരേജിൻ്റെ കാര്യം എടുത്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാനത് അടിച്ചൊതുക്കി, ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതൊന്നുമില്ല എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിജയലക്ഷ്മി പറയണേ, ഇല്ല മോളെ, എന്തായാലും അതേക്കുറിച്ചൊന്നും ഇനി നീ എന്നോടൊന്നും ചോദിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീത പറയണം, എൻ്റെ അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് തുറന്നു പറഞ്ഞൂടെ? നിങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കണ്ണേട്ടനും അതുപോലെ തന്നെ അമ്മയും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം എന്താണെന്ന് എനിക്കറിയണം. ഞാനത് അറിഞ്ഞു കഴിയുകയാണെങ്കിലുണ്ടല്ലോ, അത് പരിഹരിച്ച് കൈവെള്ളയിൽ വെച്ചിരും കണ്ണേട്ടനെ. പിന്നീട് കണ്ണേട്ടനുണ്ടല്ലോ, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രാധികാമ്മ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അമ്മയെ വിട്ട് പോവില്ല എന്നൊക്കെ ഗീത പറയണേ. എനിക്കതിന് കഴിയും എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയണേ, ഇല്ല മോളെ, ഇല്ല, അതിന് നീ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അത് അങ്ങനെയൊന്നും നീ വിചാരിച്ച് നടക്കുന്നല്ല. ഈ ഒരു കാര്യത്തിൽ നീ തോറ്റുപോകും. അങ്ങനെ അവനൊന്നും അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു പറയണ, അമ്മേ, എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവളോട് പറയ്. സത്യത്തിൽ ഇപ്പം അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇവൾ വിചാരിച്ചാൽ എന്തും നടക്കും. ഇവൾ നമ്മളെക്കാളുമൊക്കെ പ്രായത്തിൽ ഒരുപാട് ഇളയതാണെങ്കിലും പക്ഷേ ഇവൾക്ക് നമ്മളെക്കാളുമൊക്കെ എന്താ പറയുന്നത്, നമ്മളെക്കാളുമൊക്കെ ഒരുപാട് സാമർഥ്യം ഉണ്ടമ്മേ. ഇപ്പം തന്നെ ധ്യാനിനെ ഈ നാട്ടിലെത്തിച്ചതും ധ്യാനിനെ എനിക്ക് ഈ ജന്മത്തെ ധ്യാനുമായിട്ട് ഒരുമിച്ച് ജീവിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം ഇല്ലാതാക്കി ധ്യാനെ പൂ പോലെ കൈകാര്യം ചെയ്താണ് ഈ നാട്ടിലേക്ക് നമ്മുടെ ഈ ഗീതു ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് എൻ്റെ കൈവെള്ളയിൽ വച്ച് തന്നത്. ഇത്രയും ചെയ്യാൻ ഗീതുവിനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടനെ വരുതിയിൽ നിർത്തി അമ്മയും ഗോവിന്ദേട്ടനുമായിട്ടുള്ള ശത്രുത മാറ്റാനും ഇവൾക്ക് കഴിയും. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒളിക്കാതെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഇല്ല മോളെ, ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നീട് ഒരുപാട് സാമർഥ്യം ഉള്ളോളല്ലേ ഇവള് കണ്ടുപിടിക്കട്ടെ എല്ലാ കാര്യവും. അപ്പോൾ ഉടനെ ഗീത പറയണം, ഈ അമ്മയെ ഞാൻ കൊല്ലും, എന്ത് പറഞ്ഞാലും കണ്ടുപിടിക്കട്ടെ. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഇത്. അപ്പോൾ വിജയലക്ഷ്മി പറയണത്, മോളെ, നിന്നിലൊരു അവ്യക്തമായ ഒരു കരങ്ങൾ, അതായത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രഹസ്യങ്ങൾ, ഗോവിന്ദ് എൻ്റെ മകനാണെന്നുള്ള രഹസ്യം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇത്രയും നാളും പറയാതെ വെച്ചിരുന്നിട്ടും ആ രഹസ്യം മറനീക്കി നിൻ്റെ മുന്നിലേക്ക് എത്തിയത്. അതുപോലെ ഈ കാര്യവും നീ ഒരു സമയത്ത് മനസ്സിലാക്കിക്കോളും. അന്ന് നീ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി പോവുകയാണ്.
അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ രഞ്ജുവിനോട് ചോദിക്കണേ, ഓഹ് എൻ്റെ പൊന്നോ, ഇത് ഏത് നേരവും ഇങ്ങനെ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ, ഇതിനി എങ്ങനെയാ ഒന്ന് പൂട്ട് തുറന്നെടുക്കുക. അപ്പോൾ നമ്മുടെ രഞ്ജു പറയണേ, എൻ്റെ ഗീതു, നിന്നോട് ഇത്രയെങ്കിലും കാര്യം അമ്മ മനസ്സ് തുറന്ന് സംസാരിച്ചില്ലേ, എന്നോട് ഇതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും കാലം അമ്മയുടെ പിന്നാലെ നടന്നിട്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ എന്ന്. അപ്പോൾ അതിനൊന്നും അമ്മ ഒരു തരത്തിലുള്ള നോ കമൻസ് എന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ആൻസറും ചെയ്തിട്ടില്ല. എന്തായാലും അമ്മ ഇനി ആ ഒരു കാര്യം പറയില്ലെന്ന് ഒരു പ്രതിജ്ഞ എടുത്തു എന്നെങ്കിലും ഇപ്പം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രഞ്ജു. പക്ഷെ ഗീതു അല്ലേ ആള്, ഗീതു വിടാനുള്ള ഒരു ഭാവവുമില്ല. നേരെ നമ്മുടെ വിജയം പൂജാമുറിയിൽ പോവുകയാണ്. അപ്പോൾ പൂജാമുറിയിൽ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്താ അമ്മയുടെ സങ്കടം എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ വിജയം പറയണം, മോളെ രഞ്ജു, അതായത് ഈ കാര്യങ്ങളൊക്കെ ഗീതു അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ അറിഞ്ഞ പ്രശ്നമാണ് മോളെ. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് നമ്മളോടുള്ള വെറുപ്പും വൈരാഗ്യവും ഒക്കെ കൂടത്തേ ഉള്ളൂ, നിന്നോടുള്ള സ്നേഹം പോലും അവന് കുറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അറിഞ്ഞതൊന്നും ഗീതുവിനോട് പറയരുതെന്ന് നീ ഒന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രഞ്ജു പറയാണ്, ഇല്ലമ്മേ, എനിക്കതിനി അവളോട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കണമെന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി പറഞ്ഞാലും അവൾ എന്തെങ്കിലും ഒരെണ്ണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. അതുകൊണ്ട് ഞാൻ ഇനി അതിലൊന്നും ഇടപെടില്ല എന്നിങ്ങനെ നമ്മുടെ രഞ്ജു പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്, പൂജാമുറിയിലേക്ക് വരികയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, ആഹാ, അമ്മയും മോളും കൂടി ഇവിടെ എന്താ ഗൂഢാലോചന നടത്തുന്നത്? എനിക്കെതിരെ എങ്ങനെ നാത്തൂം പോരെടുക്കാമെന്നാണോ നീ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രഞ്ജുവിനോട്. ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുകയാണ്, അധികാരത്തോടു കൂടി സംസാരിക്കുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ നമ്മുടെ രഞ്ജു പറയണ, അങ്ങനെയൊന്നും അല്ല, നിന്നെ അങ്ങനെയൊന്നും വകവരുത്താൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഒരു കാര്യവും നിങ്ങളമ്മയും മക്കളും ഒരു കാര്യവും തുറന്നു പറയില്ല. അപ്പോൾ ഉടനെ ഇനി ഇത് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രഞ്ജു പറയണം, നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ കെട്ടിയവനോട് തന്നെ ചോദിക്കും, വെറുതെ പറയുന്നതാട്ടോ. അപ്പോൾ ഗീതു പറയാണ്, ദേ എങ്ങനെ തുറക്കാനതെ, അത് പിന്നെ നിഗൂഢതയുടെ ഭാണ്ഡക്കെട്ടാണല്ലോ. ഞാൻ പലവട്ടം കണ്ണേട്ടനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കണ്ണേട്ടാ ഇത്രയും നിഗൂഢത നിങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായത്. ഈ അമ്മയുടെ രക്തമല്ലേ, ഈ അമ്മ തന്നെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ല, പിന്നെ എങ്ങനെയാ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഗീത് പറയണേ, എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അമ്മയും മോനും തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഞാൻ അതിൽ നിന്നൊക്കെ അമ്മയെയും മോനെയും അതിൽ നിന്നൊക്കെ നിങ്ങളെ ഒരുമിപ്പിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അതിനുശേഷം നിങ്ങൾ അമ്മയും മോളെയും ഞാൻ അറയ്ക്കലേക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയാണ്, ഇല്ല മോളെ, ഇല്ല, ഞാൻ ഒരിക്കലും അറയ്ക്കലേക്ക് വരില്ല. ഞാൻ അറയ്ക്കലേക്ക് വരണമെങ്കിൽ എൻ്റെ മകൻ എന്നെ വിളിക്കണം, എൻ്റെ അമ്മ എനിക്കൊപ്പം അറയ്ക്കലിൽ വരണമെന്ന് ഗോവിന്ദ് പറയണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ഗീതു പറയും, അത് കണ്ണേട്ടൻ പറയും. ഇല്ല ഗീതു, അത് നീ വിചാരിക്കുന്നിടത്തോളം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അവനത് ഒരിക്കലും പറയില്ല. രാധിക ജീവിച്ചിരിക്കുന്നിടത്തോളം, അറയ്ക്കലിൽ അവൻ്റെ വിശ്വസ്തയായ അമ്മയായി രാധിക അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതൊരിക്കലും നടക്കില്ല മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് മനസ്സിലാവുകയാണ് ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നുള്ള മനസ്സിലാവുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ രാധികാമ്മ അവിടെ കയറി വന്നതോടുകൂടിയായിരിക്കും അമ്മയുടെ അവിടത്തുള്ള പടിയിറക്കം ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കണ്ണേട്ടനും അമ്മയും തമ്മിൽ അകലാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഇത്രയേറെ മാനസികമായിട്ട് അകന്നു പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ ഗീത് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വിജയലക്ഷ്മി പറയണ, ഇല്ല മോളെ, അവൻ എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ കണ്ണനായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വിജയലക്ഷ്മി ചെറുപ്പത്തിൽ ഗോവിന്ദിനെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന പേരാണ് കണ്ണൻ എന്നുള്ളത്. ആ പേരാണ് പിന്നീട് നമ്മുടെ രാധികാമ്മ എടുത്തങ്ങ് ഗോവിന്ദിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തത്. അങ്ങനെ അപ്പോൾ അതേ സമയത്ത് വിജയലക്ഷ്മി പറയണേ, എൻ്റെ കണ്ണനെ ഊട്ടാതെ ഞാൻ ഒരു ദിവസം പോലും ഉണ്ടിട്ടില്ല മോളെ, എന്നും
ഉറങ്ങുന്നതിന് മുമ്പ് അവനുള്ള താരാട്ടുപാട്ട് മനസ്സുകൊണ്ട് മൂളാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏത് വലിയ കച്ചേരിക്ക് പോകുന്ന സമയത്ത് ഏത് വലിയ സദസ്സിലും ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് ഞാൻ പരതാറുണ്ട്, എൻ്റെ മോൻ അവിടെ ഉണ്ടോ എന്ന്. അമ്മേ എന്നൊരു ശബ്ദം അവൻ എന്നെ വിളിക്കുന്ന പ്രതീക്ഷിച്ച് ഞാൻ പല രാത്രികളിലും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ലേ അറിയാവൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ നിഗൂഢതകളിലുണ്ട്. പിന്നെ നാടകശാലയിൽ അമ്മയും മോനും ഒരേ കളരി പഠിച്ചിറങ്ങിയവരല്ലേ, നാടകശാലയിൽ അമ്മയും മോനും ഒരു സ്കൂളിലല്ലേ പഠിച്ചിറങ്ങിയത്. അതുകൊണ്ട് അമ്മയുടെ മോൻ്റെ മനസ്സറിയാനൊന്നും പറ്റില്ല. ഞാൻ നോക്കട്ടെ, എന്ത് വേണമെന്നൊക്കെ നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദിൻ്റെ കോള് വരികയാണ്. ഗോവിന്ദിൻ്റെ കോള് വരുന്ന സമയത്തിന് നമ്മുടെ ഗീത് പറയുകയാണ്, ഇനിയിപ്പോൾ എടുത്തിട്ട് എന്താ പറയുന്നത് കണ്ണേട്ടൻ, ഇപ്പോൾ രഞ്ജു എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കാനാണ് കണ്ണേട്ടൻ കിടന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉടനെ രഞ്ജു പറയണം, ഗോവിന്ദേട്ടൻ ഒരുപാട് തവണ വിളിച്ചു, ഞാൻ എടുത്തിട്ടില്ല. എടുക്കാഞ്ഞത് എന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് നുണ പറയും കണ്ണേട്ടനോട്? നീ വിചാരിച്ചാൽ നുണയ്ക്കൊന്നും വലിയ ക്ഷാമമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നേരെ പോയിട്ട് നമ്മുടെ ഗീത് പോയിട്ട് ഗോവിന്ദിനെ വിളിക്കുകയാണ്. ഗോവിന്ദിനെ ഫോൺ വിളിക്കുമ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, രഞ്ജുവിനെ വിളിച്ചിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, എന്ത് പറ്റി രഞ്ജുവിന് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്, ഒരു പ്രശ്നമില്ല കണ്ണേട്ടാ, രഞ്ജുവിന് ഒരു പ്രശ്നവുമില്ല. പിന്നീട് അവിടെ ഞാനൊരു ഹോസ്റ്റലിലാണ് ആക്കിയിരിക്കുന്നത്. അവിടുത്തെ വാർഡനാണെങ്കിൽ ആളിത്തിരി ചൂടാനാണ്. അപ്പോൾ പുറത്തു നിന്നുള്ളവരൊക്കെ വിളിക്കുന്നതൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നേരിട്ടൊന്നും രഞ്ജുവിനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം രഞ്ജുവിൻ്റെ കൊടുക്കാൻ പറയും. അപ്പോൾ മാത്രമേ നമുക്ക് രഞ്ജുവിനോട് സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നുണകളൊക്കെ തട്ടി അടിച്ച് വിടുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, എന്നാൽ അവിടുത്തെ ലൊക്കേഷൻ എനിക്ക് ഇങ്ങ് അയച്ചതാന്ന് പറയണം. അപ്പോൾ ഗീതു പറയണം, പെട്ടു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആദ്യം നമ്മുടെ ഗീതു. അതിനുശേഷം ഗീതു ഗോവിന്ദിനോട് പറയണം, ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയാം, ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഗീതു നേരെ നമ്മുടെ ഗീതു നമ്മുടെ അജാസിൻ്റെ അടുത്തേക്ക് വരികയാണ്. അജാസ് ആണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അജാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണത്, ഇക്ക ഒരു കാര്യമുണ്ട്, ഇക്കയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അജാസ് പറയണത്, എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് തന്നെ വേണമെങ്കിലും ഞാൻ റെഡിയാണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗീതു പറയണത്, ഇക്ക വേറൊന്നുമല്ല, നമ്മുടെ ഗോവിന്ദേട്ടനെ കണ്ണേട്ടൻ ഇപ്പോൾ വരും. കണ്ണേട്ടൻ ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഇവിടെ രഞ്ജു ഇവിടെ ഉള്ളത്, കണ്ണേട്ടൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആകെ പ്രശ്നമാവും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ധ്യാൻ എത്തണം. അതിന് ധ്യാനിൻ്റെ അടുത്ത് പോയി ധ്യാനെയും കൂട്ടിയിട്ട് അജാസിക്ക ഇവിടെ വരണം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഗോവിന്ദേട്ടൻ അവിടെ അകത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ധ്യാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് മുറ്റത്ത് കാറ് കൊണ്ട് നിർത്തുന്ന സമയത്തിന് എന്നെ ഒരു ചെറിയൊരു മിസ് കോൾ തരണം. അപ്പോൾ ഞാൻ ആ മിസ് കോൾ അടിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ചാടി വന്ന് കാറിനകത്ത് കയറുമ്പോഴത്തേക്ക് ആ മുറ്റത്ത് കാറ് വന്നിറങ്ങുമ്പോൾ ഞാൻ ധ്യാനിനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ കണ്ണേട്ടൻ അതങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ വോയിസ് ഉണ്ട്, എനിക്ക് സംസാരിക്കാം കണ്ണേട്ടനോട്. അപ്പോൾ കണ്ണേട്ടന് എന്നെ എതിർക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാവും. കാരണം കാനഡയിൽ പോകാനിരിക്കുകയാണല്ലോ കണ്ണേട്ടൻ എന്നിങ്ങനെ പറയുമ്പോൾ അജാസ് പറയണേ, എൻ്റെ പെങ്ങളുടെ ബുദ്ധി കൊള്ളാമല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ തല, ഇത്രയും തലച്ചോറൊക്കെയുള്ള തല എന്നൊക്കെ പറഞ്ഞിട്ട് അജാസ് കളിയാക്കുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്. അപ്പോൾ ഉടനെ അജാസ് ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ പെങ്ങൾ ഇപ്പോഴേ എൻ്റെ കൂടെ പോരും. അത് പറ്റില്ലേക്കാ, ഇവിടെ അമ്മയും മോളും കൂടെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളൊക്കെ പറയുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റിക്കിടന്ന് എനിക്കിതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ആകെ വിഷമിച്ചിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മിയും നമ്മുടെ രഞ്ജുവും. അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ കണ്ണേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ണേട്ടനോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ കണ്ണേട്ടന് നിന്നെ കണ്ടേ പറ്റൂ, ഇപ്പോൾ കണ്ണേട്ടൻ ഇങ്ങോട്ട് വരും, നീ ലൊക്കേഷൻ അയച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷനോ? ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വരില്ലേ? വരട്ടേടി, നീ ആദ്യം ഇവിടുത്തെ ചെമ്പകശ്ശേരിയിലെ ലൊക്കേഷൻ അങ്ങ് അയച്ചു കൊടുക്കുക. അത് വലിയ പ്രശ്നമാവും ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഉടനെ വിജയലക്ഷ്മിയാണേ പറയുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് അവൻ പൊട്ടിത്തെറിക്കും, അവൻ വലിയ വായിൽ സംസാരിക്കും, ബഹളം വയ്ക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയണേ, അതിനെന്താ, സ്വന്തം മകനല്ലേ, മകൻ പൊട്ടിത്തെറിക്കുമെങ്കിലുണ്ടല്ലോ അമ്മയായ നിങ്ങളെ അതിൻ്റെ ഇരട്ടി ശബ്ദത്തിൽ അങ്ങ് പൊട്ടിത്തെറിക്കണം. അപ്പോൾ കണ്ണേട്ടൻ കുറച്ചൊക്കെ അങ്ങ് അടങ്ങിക്കോളും, അടങ്ങിയില്ലെങ്കിൽ അടിച്ചൊതുക്കി നിർത്തണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീത് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണം, എനിക്കതിനൊന്നും പറ്റില്ല. അങ്ങനെ പറ്റാതിരുന്നാൽ പറ്റില്ല, ഞാൻ മാറിക്കളയും. നിങ്ങൾ അമ്മയും മോളും കൂടെ വേണം കണ്ണേട്ടനെ കൈകാര്യം ചെയ്യാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ
വിജയലക്ഷ്മി പറഞ്ഞു, മോളെ എനിക്ക് വയ്യ, എനിക്ക് പേടിയാവനെ, എനിക്ക് അവൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കാനൊന്നും പറ്റില്ലെന്ന് പറയണം. അപ്പോൾ ഉടനെ പറയണം, പറ്റില്ലെങ്കിൽ പറ്റില്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എടി അപ്പോഴത്തേക്ക് ഗീത പറയണേ, എടി നാത്തൂനെ, നീ മര്യാദയ്ക്ക് നിൻ്റെ ഏട്ടനെ അടിച്ചൊതുക്കി, നാവ് കൊണ്ടാണേ അടിച്ചൊതുക്കി ഇവിടെ ഇടണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു വരവ് ഇങ്ങോട്ടൊന്ന് വരും, ആ വരവിലെ കണ്ണേട്ടൻ ഞെട്ടും, എനിക്കത് ഉറപ്പുണ്ട് എന്നൊക്കെ ഗീത പറയാണ്. അതെന്താ നിനക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ? അതായത് എന്താ നിനക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഗോവിന്ദേട്ടനോട് സംസാരിച്ചാൽ എന്നെ അമ്മ എന്തിനാ അതിൻ്റെ ഇടയിലേക്ക് ഇടുന്നത് എന്നിങ്ങനെ ചോദിക്കണേ രഞ്ജു. അപ്പോൾ പറയണ, അങ്ങനെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വരുന്നൊരു വരവുണ്ട്, പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വരില്ല. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മറഞ്ഞു നിന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. നീ എന്തിനാ മറഞ്ഞു നിന്ന് കേൾക്കുന്നത്? എന്നാലല്ലേ നിങ്ങളുടെ നിഗൂഢതകൾ ഇച്ചിരിച്ച് പുറത്ത് വരത്തുള്ളൂ. അപ്പോൾ എനിക്കത് ഒന്ന് പഠിക്കാം. നിങ്ങളെ വായിന്ന് വരുന്ന ഓരോ വാക്കും കേട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ സ്വയം തോന്നിയിട്ട് നിങ്ങളാരും ഒന്നും പറയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ഗീതു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം ഗോവിന്ദ് അവിടെ വന്നിട്ട് ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ വെക്കുന്നു എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാം. ഇന്നിവിടെ മുറ്റത്ത് അത്രയും മഴ, മുറ്റത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒന്ന് ചാറി നിൽക്കുകയാണ്. രാവിലെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മുറ്റത്തൊന്നും നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കൂറ സെറ്റപ്പിലൊക്കെ നിന്ന് വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് ബെല്ലൈക്കൺ കൂടി പെട്ടെന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴായിട്ടായിരിക്കും ഞാനിടുന്ന സീരിയലുകളുടെ റിവ്യൂ ഇങ്ങനെ തുരുന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.